ഇന്ന് സൺഡേ സ്പെഷ്യലാണ് നമ്മൾ ഉണ്ടാക്കിയത് സമൂസ. സമൂസയ്ക്ക് വേണ്ടി ഡോ റെഡിയാക്കാം. ഡോയ്ക്ക് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട് 1 കപ്പ് മൈദ, 1 സ്പൂൺ ഉപ്പ്, അരിമോദകം, പിന്നെ 1 സ്പൂൺ നെയ്യ്. ഇതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ചുമ്മാ അത് കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി ഞാൻ ഇച്ചിരി പ്ലാറ്റ്ഫോമിലൊന്ന് നല്ലപോലെ വന്ന് അത് കുഴച്ചെടുക്കുക. നല്ല ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി നല്ലപോലെ. ഇനി നമുക്കിതിനകത്ത് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഇത് കവർ ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ഫില്ലിംഗ് റെഡിയാക്കണം. ഫില്ലിംഗ് റെഡിയാക്കാവുന്ന ഒരു പാനിൽ ഇച്ചിരി എണ്ണ ഒഴിക്കണം. പിന്നെ കൊറിയൻഡർ സീഡ്സ്, ജീരകം, ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് മസാലകൾ ചേർക്കാം. കായം ഇട്ടിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂൺ. എരിവ് ആവശ്യമുള്ളവർക്ക് റെഡ് ചില്ലി പൗഡർ ഇടാം. പിന്നെ മഞ്ഞളിട്ടിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂൺ. പിന്നെ പെരുംജീരകം പൗഡർ ഇട്ടിട്ടുണ്ട് 1/2 ടേബിൾ സ്പൂൺ. ഇതിട്ടെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഉപ്പിടണം. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇതിൻ്റെ ഒരു പച്ചിപ്പ് മാറുന്ന വരെ ഒന്ന് നമുക്കിത് നല്ലപോലെ ഫ്രൈ ചെയ്യാം. ഫ്രൈ എന്ന് വെച്ചാൽ അതിനകത്ത് പാനത്തിൽ ഇട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ ബോയിൽ ചെയ്ത പൊട്ടാറ്റോ, ഞാനിപ്പോൾ ഞങ്ങളുടെ റിക്വയർമെൻറ്റ് ആവശ്യം അനുസരിച്ച് 2 വലിയ പൊട്ടാറ്റോ, 1 ചെറിയ പൊട്ടാറ്റോ, അങ്ങനെ 3 പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് ആ മസാല എല്ലാം പൊട്ടാറ്റോ പിടിക്കുന്ന വരെ നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം. നമുക്കിതിനകത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കാം. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി വയ്ക്കാം. എൻ്റെ അടുത്ത് കൊറിയൻഡർ ലീഫ് ഇല്ലായിരുന്നു. കൊറിയൻഡർ ഉള്ള ആൾക്കാർക്ക് കൊറിയൻഡർ ലീഫും കൂടെ ചേർക്കാം ഇതിനകത്ത്. എന്നിട്ട് നമുക്കിവിടെ ഒരു കുഞ്ഞൊരു ബോളിൻ്റെ ഷേപ്പിലുള്ള മൈദ ബോൾ എടുത്തിട്ട് അത് പരത്തിയെടുക്കും. നോർമൽ സമോസയുടെ കോൺ പോലെ ഉണ്ടാക്കിയല്ല ഞാൻ ഇന്ന് സമോസ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാൻ ഇച്ചിരി ഒരു വെറൈറ്റിയിലാണ് സമോസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മൊത്തം ഫുള്ളായിട്ട് പരത്തണം. എന്നിട്ട് പരത്തി കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം നമ്മൾക്ക് ഓർക്കേണ്ടത്, എത്ര കട്ട്സ് ഒരു സൈഡിലുണ്ടോ അത്രയും കട്ട്സ് അപ്പുറത്തെ സൈഡിലും കാണണം. ഫോൾഡ് ചെയ്യുന്നതിന് മുമ്പേ സൈഡിലായിട്ട് വെള്ളം തേച്ച് കൊടുക്കണം. വെള്ളം തേച്ചില്ലെങ്കിൽ ഒട്ടത്തില്ല. അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്ത് തുറന്നു വരും. അപ്പോൾ ഇങ്ങനെ ക്രിസ് ക്രോസ് ചെയ്തിട്ട് മൊത്തം വെക്കണം. ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ സമോസ ചെയ്ത് റെഡിയായി. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫ്രൈ ചെയ്ത് വെക്കണം. സൺഡേസ് എന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സൺഡേ സ്പെഷ്യലായിരുന്നു സമൂസ. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ കാണും. വലിയ കാര്യത്തിൽ ഡയറ്റിംഗ് ഒക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷേ ഈവനിങ് സ്നാക്കിൻ്റെ ഒരു സമയമാകുമ്പോഴത്തേക്ക് എല്ലാം ഡയറ്റിംഗ് തീരും. അപ്പോൾ ഞങ്ങൾ സമൂസ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്.